സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളെയും തുറന്നു കിട്ടുന്ന അത്ഭുത ദിക്ർ. നമ്മുടെ ജീവിതത്തിൽ 5 തവണ കുറഞ്ഞത് നമ്മൾ ചൊല്ലണമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയൊരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? വുദൂഇന് ശേഷമുള്ള ദുആ. എന്നാൽ ഈ ദുആ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈ ദുആ ചെല്ലുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം ഞാൻ പറഞ്ഞു തരട്ടെ. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവർക്ക് തുറന്നു കിട്ടും എന്നത് തന്നെ ഏറ്റവും വലിയൊരു ഫളിലാണ്, ഏറ്റവും നേട്ടമാണ്. അതോടൊപ്പം തന്നെ ആ ദുആ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഒരു അത്ഭുത നേട്ടമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഈ പരിശുദ്ധമായ മാസത്തിൽ, ഈ ബറക്കത്തുള്ള മാസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇബാദത്ത് കൂടിയിട്ടാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കാൻ പറ്റിയ അത്ഭുതപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, അതായത് ഞാൻ ഈ ചെയ്ത കാര്യം കൊണ്ട് റബ്ബേ എനിക്ക് നീ ഇന്ന കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പറയാൻ പറ്റിയ പവർഫുള്ളായ ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനും കേൾക്കുക, അതിൻ്റെ അത്ഭുതം മനസ്സിലാക്കുക, ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പല ആളുകളും സ്ഥിരമായി നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ, അവരൊന്നും നമ്മളുമായി വ്യക്തിപരമായി ബന്ധം ഉള്ളവരല്ല എല്ലാവരും. എന്നാലും പക്ഷേ പരിശുദ്ധമായ ദീനിൻ്റെ മസ്അലകൾ അല്ലെങ്കിൽ ഇൽമ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുകയും അതുവഴി ബന്ധപ്പെടാൻ അതുവഴി ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എത്രയോ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരന്മാർ പലപ്പോഴും വിളിച്ച് പല വിശേഷങ്ങളും പറയും, പല വിഷമങ്ങളും പറയുന്നവരുണ്ട്, സങ്കടങ്ങൾ പറയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ അള്ളാഹു വലിയ ഉയർച്ച നൽകി നമ്മെ എല്ലാവരെയും നാളെ റബ്ബ് അവൻ്റെ സ്വർഗ്ഗലോകത്ത് മുത്തുനബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മെ മുഅ്മിനാക്കി എന്നുള്ളത്, അല്ലേ? ആ മുഅ്മിനാക്കി എന്നുള്ള ആ അനുഗ്രഹത്തെ നമ്മൾ എത്ര വില കണ്ടാലും മതിയാവാത്ത അത്ര വിശാലമായി, അല്ലെങ്കിൽ അതിനൊക്കെ മുകളിൽ വിലയുണ്ട് അതിന്. നമ്മൾ ചിലപ്പോൾ കാണുന്നൊരു വിലയുണ്ടാവും, പക്ഷെ അതൊന്നും അല്ല. നമ്മളെ മുഅ്മിനാക്കിയതിൻ്റെ ആ വില അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ അപ്പുറം വെച്ചേക്കാണ്. എന്തേ കാരണം? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട് എന്ന. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയ വലിയ കൂലി അതിനുണ്ട് എന്ന. ഒരു സുബ്ഹാനല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ സ്വർഗത്തിലൊരു വൃക്ഷം അയാൾ നട്ടുപിടിപ്പിച്ചു എന്നാണ്. അപ്പോൾ അതായത് ഒരു തോട്ടം ഉണ്ടാക്കാൻ കുറഞ്ഞ സെക്കൻഡ് മതിയെന്ന്, ഈ ദുനിയാവിൽ കുറഞ്ഞ സമയം മതിയെന്ന്. അത്രയേറെ പവറും അത്രയേറെ മഹത്വവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഈമാനിൻ്റെ വക്താക്കൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അത്തരത്തിൽ നമ്മെ ആക്കിയതിൽ നമ്മൾ വലിയ ശുക്ർ ചെയ്യണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമുക്കൊക്കെ അറിയുന്ന ഒരു ദുആയുണ്ട്, നമ്മളൊക്കെ വുളൂ ചെയ്ത് കഴിഞ്ഞ് ചൊല്ലുന്നൊരു ദുആ. വുളൂ ചെയ്യുന്നവരാണ് നമ്മൾ, ഇല്ലേ? 5 വക്ത് നിസ്കാരത്തിന് എന്തായാലും നമ്മൾ ചെയ്യാറുണ്ട്. ഇനി അതിന് പുറമെ പല തവണ സുന്നത്ത് നിസ്കരിക്കാനും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും വുദൂ ചെയ്യുന്നവരാണ്. ഈ വുദൂ ചെയ്തതിന് ശേഷം നമ്മളൊരു ദുആ പറയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ദുആ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്, ഇല്ലേ? ഒന്ന് ചൊല്ലിക്കുക ഇൻഷാ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഈ ഒരു ദുആഇൻ്റെ ആശയം ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അത് പറഞ്ഞതിന് ശേഷം ഈ ദുആ സ്ഥിരമായി ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞുതരാം. ആ സ്ഥിരമായി ചൊല്ലുന്ന ദുആ കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ഫദ്ല് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഒന്ന് ഇതിൻ്റെ ആശയം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഞാൻ അള്ളാഹു ഏകനാണ് എന്നും ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും അവൻ ഏകനാണ് എന്നും അവനൊരു പങ്കുകാരില്ല എന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അവിടുത്തെ ദൂതനാണ്, അവിടുത്തെ അടിമയാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞ് പറയാണ് അല്ലാ, ഇതൊക്കെ ഞാൻ സാക്ഷ്യം, അതായത് ഞാനൊരു യഥാർത്ഥ മുഅ്മിനാണ് എന്ന് ഞാനിതാ പറയുന്നു, സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പറയാണ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, അള്ളാഹുവേ ഞങ്ങളെ നീ തവ്വാബീങ്ങളിൽ ചേർത്ത് തരണേ അല്ലാ. തവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താ? പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ. ഒരുപാട് പശ്ചാത്താപം ചെയ്യുന്നവന്, ഖേദിക്കുന്നവനാണ് ആര്? ഖേദിച്ചു മടങ്ങുന്നവനാണ് തവ്വാബ്, ഇല്ലേ? താബ എന്ന് പറഞ്ഞാൽ
തൗബ ചെയ്തു എന്നും അർത്ഥം വെക്കാം, എന്ത് ചെയ്യുക, തൗബ സ്വീകരിച്ചു എന്ന് അർത്ഥം. രണ്ടർത്ഥം. ഇപ്പോൾ തവ്വാബ് എന്ന് അള്ളാഹുവിന് പേര് പറയാം. അള്ളാഹു പശ്ചാത്തപിച്ച് മടങ്ങുന്നവനെന്നല്ല, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നമ്മളോ അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പശ്ചാത്താപം സ്വീകരിക്കുന്നവനെന്നാണ്. അല്ല, അല്ലാഹുമ്മ ജഅൽനി, അള്ളാഹുവെ എന്നെ നീയാക്കണേ, മിന തവ്വാബീൻ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിലാക്കണേ അല്ല, അല്ലെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടവരിൽ ആക്കണേ. അതാ ഞാൻ ചെയ്ത ഈ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. ഇത് തൗബത്തി വന്നദം, ഷഹ്റു തൗബത്തി വന്നദം. ഈ പരിശുദ്ധമായ ഈ മാസം തൗബയുടെ മാസമാണ്. നദം, ഖേദിക്കേണ്ട മാസമാണ്. റബ്ബിനോട് നമ്മൾ ഈ ചെയ്യുന്ന ദുആയിലൂടെ നമ്മുടെ ഖൽബിൽ വരണം ആ ചിന്ത. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. അത് മാത്രമല്ല, അള്ളാഹുവെ ഞങ്ങളെ നീയാക്കണേ, എന്നെ നീയാക്കണേ, മിനൽ മുത്തത്വഹിരീൻ, ശുദ്ധിയുള്ളവരിൽ ചേർത്ത് തരണേ അല്ല. ശുദ്ധിയുള്ളവരെ, വെറും ബാഹ്യമായ ശുദ്ധി മാത്രമാണോ? അല്ല, ആന്തരികമായ ശുദ്ധിയും വേണം. കൽബ് നന്നാകണം, അസൂയ പോകണം, കിബിറ് പോകണം, അതുപോലെ തന്നെ കുശുമ്പ് പോകണം, ഉജുബ് പോകണം. കൽബിലുള്ള ദുഷിച്ച എല്ലാ ചിന്തകളും, എല്ലാ രോഗങ്ങളിൽ നിന്നും ശുദ്ധിയാവണം. അതാണ് ചോദിക്കുന്നത്. വെറും ബാഹ്യമായ ശുദ്ധി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, രണ്ട് ശുദ്ധിയും വേണം. അല്ലാഹുമ്മ ഇജഅൽനി മിനൽ മുത്തത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അതിലൊക്കെ അപ്പുറം അല്ലാഹുവേ എന്നെ നീയാക്കണേ, മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്നെ വഴിപ്പെട്ട, നിന്നെ അനുസരിച്ച, നിന്നെ ഇഷ്ടപ്പെട്ട, നിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന, നീ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കാത്ത, നീ നിഷേധിച്ച അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞതിനെയൊക്കെ പാടെ ഒഴിവാക്കിയ സ്വാലിഹീങ്ങളായ ആളുകൾ, മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ, അവരുടെ കൂട്ടത്തിൽ ഈ സാധുവായ എന്നെയും നീ ചേർത്ത് തരണം. ഈ ചോദിക്കുന്നത് എത്ര പവർഫുള്ളായ ദുആയെന്നറിയോ? നമ്മൾ പലപ്പോഴും പരിഗണിക്കാറില്ല, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ ഈ ദുആഇൻ്റെ ഫദ്ല് മനസ്സിലാക്കിയ ഒരാളും എന്ത് ചെയ്യൂല, അത് ഒഴിവാക്കൂല. ഹബീബായ നബി തങ്ങൾ പറയാം, അത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം പറഞ്ഞാൽ എന്താണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അത് ചെയ്യും, അത് ഒഴിവാക്കൂല എന്ന്. അത്ര ഫദ്ലുണ്ട്. അല്ലാഹ് എന്നിട്ട് പറയാം, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്, നിന്നെ സ്തുതിക്കലോടുകൂടി, നിന്നെ സ്തുതിക്കുന്നുണ്ട്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാനിതാ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. തൗബയുടെ മാസമല്ലേ, അസ്തഗ്ഫിറുക, ഞാനിതാ നിന്നോട് പൊറുക്കൽ തേടുന്നു അല്ലാഹ്, പാപമോചനം തേടുന്നു അല്ലാഹ്, വ അതൂബു ഇലൈക്, നിന്നിലേക്ക് ഇതാ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു അല്ലാഹ്. ഒരു യഥാർത്ഥ കൽബോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു 5 തവണ ഈ ഒരു ദുആ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് എത്ര ഇഷ്ടം അയാളോടുണ്ടാവും, എത്ര പ്രിയമുണ്ടാവും, അള്ളാഹുവിനോട് എത്ര മഹബത്ത് അള്ളാഹുവിന് അയാളോടുണ്ടാവും. അല്ലേ? അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇനിയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ആരെങ്കിലും ഒരാൾ മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ സുമ്മ ഖാല സലാസ മറാത്തിൻ, ആരെങ്കിലും ഒരാൾ ഈ ഒരു രൂപത്തിൽ വുളൂ ചെയ്ത്, കൃത്യമായി നല്ല വുളൂ ചെയ്യേണ്ട രൂപത്തിൽ വുളൂവിൻ്റെ ഫർദുകളും സുന്നത്തുകളും ഷർത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ വുളൂ ചെയ്തതിന് ശേഷം 3 തവണ ഈ ഒരു ദുആഇനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫുത്തിഹത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന മിൻ അയ്യിഹാ ശാഅ ദഖല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുത്തിഹത്ത് ലഹു, അയാൾക്ക് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കും, അവർക്ക് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കും, സമാനിയത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ. സ്വർഗത്തിന് കുറേ കവാടങ്ങളുണ്ട്. നോമ്പുകാരെ വിളിക്കുന്ന റയ്യാൻ എന്ന ബാബു സ്വർഗത്തിനുണ്ട്. സ്വതക്ക കൊടുത്ത ആളുകളെ വിളിക്കുന്ന ബാബു സ്വതക്കയുണ്ട്. നിസ്കാരക്കാരെ വിളിക്കുന്ന ബാബു സ്വലാത്തുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ 8ഓളം വരുന്ന കവാടങ്ങൾ. ഈ കവാടങ്ങൾ എല്ലാം തന്നെ, ഈ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയുടെ മുമ്പിൽ അങ്ങ് തുറന്നു കൊടുക്കും. എന്നിട്ടോ മിൻ അയ്യിഹാ ശാഅ ദഖല, അവൻ ഈ ദുആ ചെയ്ത ആൾ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ ആരായിക്കൊള്ളട്ടെ, അദ്ദേഹം ഉദ്ദേശിച്ച വാതിലിലൂടെ അദ്ദേഹത്തിന് ആ സ്വർഗത്തിലേക്ക് കടക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെൻ്റെ വകയായിട്ട് പറയല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും അത് വിട്ടുപോകുന്നുണ്ടെങ്കിൽ, ആ ദുആ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്കത് ഉപകരിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല, പഠിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞാണ്, അയാൾക്ക് വേണ്ടി എല്ലാ വാതിലുകളെയും അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന്. അതുമാത്രമല്ല, മഹാന്മാർ വിശദീകരിക്കേണ്ട, ആരെങ്കിലും ഒരാൾ ഈ ഒരു ദുആഇനെ അങ്ങോട്ട് പതിവാക്കി, അതായത് എല്ലാ വുളൂവിന് ശേഷം കൃത്യമായി അദ്ദേഹം ഈ ഒരു ദുആ ചെയ്തിട്ടാണ് വുളൂ ചെയ്തത് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടവരായിട്ട്, പാപങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ടവരായിട്ടായിരിക്കും നാളെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന്.
അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് പാപങ്ങൾ മുഴുവൻ അള്ളാഹു കഴുകി വൃത്തിയാക്കി നല്ല ഹൃദയത്തോടു കൂടിയിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും. ഈ ദുനിയാവിൽ നമുക്ക് കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ അക്കൗണ്ട് നിറച്ചിട്ട് പോകാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടുകൾ നിറയ്ക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലും അത് പതിവാക്കുമെന്നൊരു നല്ല നിയ്യത്ത് നമ്മുടെ കൽബിൽ വെക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ആരെങ്കിലും ഒരാൾ നമ്മുടെ ഈ ഒരു അമൽ കേട്ടിട്ട് അവരും ജീവിതത്തിൽ അമൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.